അനലനേത്രൻ തൻ്റെ യാത്രയിൽ വഴിനീളെ പനിനീർ തളിച്ചേറ്റം കുളിർമ ചേർത്തി മേന്മേൽ. കായികനികളുമേന്തി ശാഖാബാഹുക്കൾ നീട്ടി ഭൂരുഹവൃന്ദം നിന്നു മർമ്മരജപാന്വിതം. പഞ്ചമം പാടി ശൈവനാമങ്ങൾ വിഹഗങ്ങൾ. പഞ്ചമം പാടി ശൈവനാമങ്ങൾ വിഹഗങ്ങൾ. ചഞ്ചരീകങ്ങൾ ശ്രുതി കൂട്ടി കേകികളാടി ഇങ്ങിനെ പ്രകൃതിയാൽ പരിപൂജിതനായി അങ്ങനെ ബഹുദൂരം പിന്നിട്ടുപോയ ശേഷം. പാദപലതാശൂന്യം വിസ്തൃതം ശബ്ദഹീനം വാദപൂരിതം ഇണ്ടാമണ്ഡലപീഠഭൂമി താണ്ടിയും പരരാജ്യം കടന്നു മരുഭൂവാം ചണ്ഡലമണ്ഡലത്തൂടെ വനോളമുയരത്തിൽ പൊങ്ങിടും പൊടിപടലങ്ങളാൽ സൂര്യബിംബം മങ്ങിയും അതിവേഗം ഗമിച്ചു ഭൂദേവന്മാർ വസിക്കും നഗരത്തിനരികെ കൂപ്പി നിൽക്കും ഭൂസുരപരന്മാരെ ആശ്വസിപ്പിച്ചും പിന്നെ വേനൽ സ്വരൂപത്തിൽ ചെന്നു പൈതാഹശാന്തി ചെയ്തു സൗഖ്യമായി വിശ്രമിച്ചു ക്ഷീണവും തീർത്തശേഷം. അത്തിവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന കുന്നിലൂടെ എത്രയും അത്യാഹ്ലാദ ചിത്തരായി ചരിക്കവേ അത്തിക്കൊമ്പുകൾ തോറുമിരുന്നു പഞ്ചവർണ്ണത്തത്തകൾ പക്വങ്ങളെ ഭുജിച്ചു സംതൃപ്തരായി പൈതങ്ങളോടും മറ്റു കുടുംബത്തോടും കൂടി ഏതുമേ ശങ്കയന്യേ ശങ്കരനാമങ്ങളെ കീർത്തനം ചെയ്തും തത്തിക്കളിച്ചും തങ്ങൾക്കേറും ഭക്തിയെ സ്ഫുരിപ്പിച്ചിടുന്നതും കണ്ടു തുഷ്ട്യാ ഇത്തിക്കുന്നുകൾ വഴി നടന്നു ചെമ്പരത്തി പൂത്തു നിൽക്കുന്ന കുന്നും കടന്ന് ഓടവനം കണ്ടു അതിൻ മധ്യേ ഒറക്കരപ്പാതാളദ്വാരം കണ്ടു ഘോരാന്ധകാരാവൃതമാം അതിലേറ്റം നിറഞ്ഞ ദുർഘടത്തിൽ കൂടവേ മന്ദം യാത്ര തുടർന്നു കരിമ്പനക്കൂട്ടമാം നാഗപടം കുന്നുകേറിയും വാഗവരിക്കപ്ലാവിൻ കൂട്ടം എന്നിവ തിങ്ങും ദിക്കിൽ താവളമുറപ്പിച്ചു വേടരും ഭൂതങ്ങളും നായ്ക്കളും വിശ്രമിക്കേ കാടതിൽ ഭംഗി കാൺമാൻ ഭഗവാനെഴുന്നള്ളി. ശങ്കരൻ സാരംഗാദിലീലകൾ കണ്ടു പാരം അങ്കുരിതാഹ്ലാദാന്തരംഗനായി നടക്കുമ്പോൾ ഒട്ടുദൂരവേ കാട്ടിനുള്ളിൽ നിന്നൊരു പാട്ടു കേട്ടു വിസ്മയപ്പെട്ടു സംഗീതജ്ഞനാം ദേവൻ. ശങ്കരൻ സാരംഗാദിലീലകൾ കണ്ടു പാരം
അങ്കുരിതാഹ്ലാദാന്തരംഗനായി നടക്കുമ്പോൾ ഒട്ടുദൂരവേ കാട്ടിനുള്ളിൽ നിന്നൊരു പാട്ടുകേട്ടു വിസ്മയപ്പെട്ടു സംഗീതജ്ഞനാം ദേവൻ. ഊരുകാനനമധ്യേ ദേവകീർത്തനഗാനം തരുണീകളനാളോദ്ഗളിതം മനോഹരം മുക്തിദായകം ജ്ഞാനവൈരാഗ്യപ്രദം പാരം ഭക്തിവർദ്ധകം സ്തോത്രപീയൂഷം സനാതനം. ഏതു ഭക്തിയിൽ നിന്നാണി ഗാനമുണ്ടാവുന്നതെന്നാരാൽ ചെന്നറിഞ്ഞവൾക്കേകണം അനുഗ്രഹം. ഏതു ഭക്തിയിൽ നിന്നാണ് ഈ ഗാനമുണ്ടാവുന്നതെന്ന് ആരാൽ ചെന്നറിഞ്ഞവൾക്കേകണം അനുഗ്രഹം എന്നു ചിന്തിച്ചു പാട്ടുകെട്ടിടും ദിക്കു നോക്കി ചെന്നു ചേർന്നിതു ഭംഗി തിങ്ങുമൊരുദ്യാനത്തിൽ. പുഷ്പസഞ്ചയങ്ങളിൽ ഷഡ്പദാവലി നന്നായി നൽപുതുമധുവുണ്ടു മത്തരായി മരുവീടും വല്ലരീ നിര മാടിയൊതുക്കി വഴി തീർത്തു മെല്ലവേ മൃഡനുള്ളിൽ ചെല്ലുവാൻ മുതിരുമ്പോൾ ഇളകും ഭൃംഗങ്ങൾ തൻ ഗത്കാരം ഓങ്കാരമായി. ഇളകും ഭൃംഗങ്ങൾ തൻ ഗത്കാരം ഓങ്കാരമായി വളർന്നു കൂളീവാകദേവിയെ അറിയിപ്പാൻ. വല്ലരീ നിരമാടിയൊതുക്കി വഴി തീർത്തു മെല്ലവേ മൃഡനുള്ളിൽ ചെല്ലുവാൻ മുതിരുമ്പോൾ ഇളകും ഭൃംഗങ്ങൾ തൻ ഗത്കാരമോങ്കാരമായി വളർന്നു കൂളീവാകദേവിയെ അറിയിപ്പാൻ വെമ്പുകയാവാം. പക്ഷേ അല്ലെങ്കിൽ ദേവി വാഴും മന്നിടം കാട്ടാനുള്ള മാർഗദർശികളാവാം. ആടുന്ന കേകികളും പാടും കോകിലങ്ങളും മറ്റുള്ള വിഹകങ്ങളൊക്കെയും ഒരുപോലെ തെറ്റെന്നു പാടിയാടി സ്തുതിച്ചു പറന്നുപോയി. പെട്ടെന്നാ കാട്ടാളനാം ദേവന്റെ സന്നിധ്യത്താൽ തെറ്റെന്നു പാടിയാടി സ്തുതിച്ചു പറന്നുപോയി. പൂന്തോപ്പിൽ നിന്ന കാണ്ടേ പൊങ്ങിയ നാദം കേട്ടു നിന്നുപോയി കൂളീവാകാനവും പൊടുന്നനേ. വല്ലികളിളകുന്ന ദിക്കിലേക്കവൾ കുനുചില്ലികൾ ചുളിച്ചൊന്നു സൂക്ഷിച്ചു നോക്കും നേരം കണ്ടിതു വേടരൂപം. മൗലിയിൽ മയിൽപ്പീലി കൊണ്ടു നിർമ്മിച്ചു വെച്ചോരുന്നത കിരീടവും പത്തിക്കീറ്റുകൾ ചേർന്ന ഭീകരവദനത്തിലെത്രയും പേടിയേകും പാടല നേത്രങ്ങളിൽ അഞ്ജനമെഴുതിയും ചൂണ്ടപ്പൂവിട്ടും ധൈര്യഭഞ്ജനത്തിനു പറ്റും പാകത്തിലാക്കിത്തീർത്തും വികൃതകുണ്ടലങ്ങൾ കർണയുഗ്മത്തിൽ ചേർത്തു വികൃതമാക്കി ചെയ്തും ചില്ലികളിളക്കിയും അരയിൽ മരത്തോലും
കരിഞ്ചേലയും ചുറ്റി അരഞ്ഞാണിട്ടുപൂട്ടി കത്തിയുമതിൽ കുത്തി തളയും കാൽച്ചിലമ്പുമണിഞ്ഞ കണങ്കാലും വളച്ചു ഞാൻ പൂട്ടിയ ധനുസ്സും ശരങ്ങളും ആജാനുബാഹുക്കളിലെന്തിയും ഭീമമായ കുഞ്ചരസമദേഹകാന്തിയും ഭയങ്കരം കാൽച്ചിലമ്പുകളണിഞ്ഞ കണങ്കാലും വളച്ചു ഞാൻ പൂട്ടിയ ധനുസ്സും ശരങ്ങളും ആജാനുബാഹുക്കളിലേന്തിയും ഭീമമായ കുഞ്ചരസമദേഹകാന്തിയും ഭയങ്കരം. നാരദനിൽ നിന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹത്തായ വിഷ്ണുമായ ചരിതത്തെ കേൾക്കുവാൻ തുടങ്ങി. ഒരിക്കൽ കൈലാസപർവ്വതത്തിൽ ദേവി പാർവതിയോടൊപ്പം രമിച്ചുകൊണ്ടിരുന്ന പരമേശ്വരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദേവി, ഋഷിമാരുടെ ആശ്രമങ്ങളിലും ഹിമവത് പ്രാന്തപ്രദേശങ്ങളിലെ ഓരോ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഹിംസ്രജന്തുക്കളും അധമരായ അസുരഗണങ്ങളും എന്തെന്നില്ലാത്ത രീതിയിൽ ഭയത്തെ വിതച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ ചെറുക്കുന്നതിന് വേണ്ടി ഒരു നായാട്ട് നടത്തുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. അതിനായി ദേവി അനുഗ്രഹിച്ച് അയക്കുക തന്നെ വേണം. ഭഗവാന്റെ വാക്കുകൾ കേട്ട് പാർവതീദേവി പുഞ്ചിരിയോടുകൂടി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പള്ളിനായാട്ടിനായി അനുവാദം കൊടുത്തു. നന്ദിയും മറ്റു ഭൂതഗണങ്ങളും തന്നെ കയ്യിലെടുക്കാവുന്നത്രയും ആയുധങ്ങളും ഭക്ഷണ സാമഗ്രികളുമായി വലിയൊരു പട തന്നെ തയ്യാറാക്കി. ഭഗവാന്റെ പള്ളിനായാട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നു. എല്ലാം വേണ്ട വിധത്തിൽ നിരീക്ഷിച്ചതിന് ശേഷം കൈലാസനാഥൻ നന്ദികേശ്വരൻ്റെ പുറത്തു കയറി യാത്ര തുടങ്ങി. അനേകം വനവീഥികളിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ച് ചെത്തികളും ചെമ്പരത്തികളും മന്ദാരങ്ങളും പൂത്തുനിൽക്കുന്ന പുഷ്പവാടികളിലൂടെയും പലതരം വാദ്യമേളങ്ങളാൽ ആർത്തുല്ലസിക്കുന്ന വേടന്മാരുടെ വീടിന് മുന്നിലൂടെയുള്ള വീഥികളിലൂടെയും നടന്ന് ആ വലിയ യാത്രാസംഘം ഇണ്ടാമണ്ഡല പീഠഭൂമി എന്ന് പേരുകേട്ട മഹത്തായ പുണ്യദേശത്തെത്തി. അവിടെ നിന്ന് ചണ്ഡലമണ്ഡലമെന്ന വനപ്രാന്തത്തിലൂടെ കടന്ന് വേനൽ സ്വരൂപത്തിൽ ചെന്ന് ദാഹം തീർത്ത് അത്തിവൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന കുന്നിനു മുകളിലൂടെ തത്തകൾ കൊഞ്ചും മൊഴികളെല്ലാം കേട്ട് ഉറക്കറപ്പാതാളത്തിലൂടെ ഓടവനത്തിലൂടെ നാഗപടം എന്ന ദേശത്തെത്തി. ഇവിടെയാണ് കൂളീകുന്തം എന്ന് പേര് കേട്ട ഉദ്യാനമുള്ളത്. ഈ ഉദ്യാനത്തിലാണ് കൂളീബാക ദേവിയെ തപസ്സു ചെയ്യുന്നത്. ശങ്കരൻ സാരംഗങ്ങളുടെ പലതരത്തിലുള്ള നൃത്തങ്ങളെ കണ്ടുകൊണ്ട്
പഞ്ചവർണ്ണ കിളികളുടെ ചിറകിൻ്റെ താളം കേട്ട് തൻ്റെ തുടയിൽ താളം പിടിച്ചുകൊണ്ട് മനോഹരമായ വനസ്ഥലിയെ നുകർന്നു. പെട്ടെന്ന് എങ്ങുനിന്നോ ഒഴുകിയെത്തിയ കാറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു നാദം വശ്യമായി പടർന്നു കയറി. കുളീവാകയുടെ സ്തുതിഗീതമായിരുന്നു അത്. ആ ഗാനം പരമേശ്വരൻ്റെ ഹൃദയത്തെ വല്ലാതെ അസ്വസ്ഥമാക്കി. അദ്ദേഹം ചിന്തിച്ചു, ഹരിതാഭമാർന്ന ഈ കാടിനുള്ളിൽ എവിടെ നിന്നാണ് ഇത്രയും മനോഹരമായ ഗാനം ഒഴുകി വരുന്നത്? മുക്തിദായകവും ജ്ഞാനവൈരാഗ്യപ്രദവും ഭക്തിവർദ്ധകവുമായ സനാതനമായ ദേവിയുടെ ചരിതത്തെ ഇത്രയും ശുദ്ധമായ ഭാഷയിൽ ആരാണ് കീർത്തനം ചെയ്യുന്നത്? ഏതു കണ്ഠത്തിൽ നിന്നാണ് ഈ ഗാനമുണ്ടാവുന്നത്? ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെങ്കിലും ഉടനെ തന്നെ ആ ധന്യയായ മനുഷ്യസ്ത്രീയെ കണ്ടെത്തി അവളെ അനുഗ്രഹിക്കുക തന്നെ വേണം. ഇങ്ങനെ ചിന്തിച്ച് ദേവൻ ഗാനം കേൾക്കുന്ന ദിക്കിലേക്കായി നടക്കാൻ തുടങ്ങി. മഹാദേവന് കരിവണ്ടുകൾ മാർഗം കാണിച്ചു കൊടുത്തു. പാടുന്ന കോകിലങ്ങളും വിഹഗങ്ങളുമെല്ലാം തന്നെ ദേവൻ്റെ മാർഗത്തെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവിടമെല്ലാം പാറിക്കളിച്ചു. പ്രശാന്തമായ തൻ്റെ ആശ്രമവാടിയിൽ പെട്ടെന്നുണ്ടായ ഈ ചലനം കണ്ടുകൊണ്ട് കൂളിവാക സംശയത്തോടെ ചുറ്റും നോക്കി. ആരാണ് ഈ കാടിൻ്റെ ശാന്തതയെ ഭഞ്ജിച്ചിരിക്കുന്നത് എന്ന് അവൾ ചിന്തിച്ചു. പെട്ടെന്ന് ഇരുട്ടിലൂടെ കടന്നു വരുന്ന ഘോരമായ രൂപത്തെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവൾ മയിൽപ്പീലി കിരീടമാക്കി ധരിച്ചു വച്ചിരിക്കുന്ന ആ വേടരൂപത്തെ താൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർത്തു നോക്കി. കൈകളിൽ ഘോരമായ വില്ല് ധരിച്ചിരിക്കുന്നു. ആവനാഴിയിൽ അതിമനോഹരമായ തൂവലുകൾ പതിപ്പിച്ച ശരങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കരിഞ്ചേല ചുറ്റി കണ്ണുകളിൽ അഞ്ജനമെഴുതിയും ധൈര്യഭഞ്ജനത്തിനുതകമാകുന്ന രീതിയിലുള്ള വികൃതകുണ്ടലങ്ങൾ കർണയുഗ്മത്തിൽ ചേർത്ത് വികൃതമാക്കിയും പുരികങ്ങളിളക്കിയും ആ രൂപം അവളുടെ നേർക്ക് അടുത്തു വന്നു. ഇരുട്ടുരൂപം പൂണ്ടു പിടിച്ചു തിന്നാനായി വന്നടുക്കുന്നുവോ എന്നു ഞെട്ടിനാൾ കൂളിവാക. വിറച്ചു കിടുകിടെ വീക്ഷിച്ചു നിർനിമേഷം അറച്ചു മനമേറ്റം ക്രോധവുമങ്കുരിച്ചു. ജനിച്ച ദീർഘനിശ്വാസങ്ങളാൽ മാറിടത്തിലുറച്ച പൊൽക്കുജങ്ങൾ പൊങ്ങിയും താനും കാണായി ചെന്താമരാക്ഷി പിന്നെ എന്തിനി വേണ്ടതെന്ന് അന്തരംഗത്തിൽ തന്നെ ഇതം ചോദ്യം ചെയ്തു. ആരിവൻ ദുരാചാരൻ ധിക്കാരി നീചൻ ഷഠൻ ഘോരകാനനെ വിജനസ്ഥലത്തെഴുമെൻ്റെ പൂന്തോട്ടം നശിപ്പിക്കാനെത്തിയോരിവനെ ഞാനെന്തൊന്നു ചെയ്തിടുന്നു? പാർക്കിലോ ഭയങ്കരൻ എന്നേവം ചിന്തിച്ചൊന്നും ചെയ്യുവാൻ തോന്നിയിടാതെ നിന്നു തെല്ലിട. പിന്നീടന്തരാത്മാവിൽ കൂടി കണ്ടുപോന്നിടും ഇഷ്ടദേവതയായുള്ളൊരാ ചണ്ഡികാദേവി സച്ചിദാനന്ദ സ്വരൂപിണി. ശ്രീഹരപ്രിയ
സർവലോകൈകമായാദേവി സംഹാരശക്തി ലോകജനനി ഭക്തപ്രിയ തൻ പദപത്മം ഹൃത്തിൽ മനനം ചെയ്തു പാണിപങ്കജം കൂപ്പിത്തൊഴുതർത്ഥിച്ചു നിന്നീടവേ. അത്ഭുതം അശരീരി വാക്കൊന്നു കേൾക്കായി വന്നു അത്ഭുതാംഗി അപ്പോൾ വാനിടത്തിങ്കൽ നിന്നും. മകളെ ആശ്വസിക്ക, പേടി വേണ്ടൽപ്പം പോലും. അകലെ കാണുന്നവൻ ഭീകരരൂപനല്ല, ഭഗവാൻ ശ്രീശങ്കരൻ കൈലാസനിലയനൻ. ഭാഗവതത്തിൻ പൊരുൾ പാർവതീ പ്രാണനാഥൻ. പണിയൂ പാദങ്ങളിൽ പൂജിക്ക വഴി പോലെ പിണങ്ങാതുടനെ നീ അല്പദർശനൻ തന്നെ. ഇതമാകാശവാണി കേട്ടേറ്റം തെളിവാർന്ന് വദനം കാറൊഴിഞ്ഞ ചന്ദ്രനെപ്പോലായിത്തീർന്നു. തന്നുള്ളിൽ തിങ്ങി വിങ്ങും ഭക്തിയോടവളോതി ചെന്നു വീണിതു രുദ്രപാദ പങ്കജങ്ങളിൽ. ഭഗവൻ പ്രസീദമേ, ഭഗവൻ പ്രസീദമേ, അഗതിയാകുമെന്നെ കാത്തുകൊള്ളണേ ശംഭോ. കാഞ്ചനശലാക പോൽ കിടക്കും തരുണിയെ ഗംഗാകാമുകൻ ദേവൻ കടാക്ഷിച്ചുര ചെയ്തു. മംഗളം ഭവിക്കട്ടെ ഭദ്രേ, നീ എഴുന്നേൽക്കൂ. അങ്കജരിപുവിദ്ധമരുൾ ചെയ്തതു കേൾക്കെ അങ്കനാമണിമന്ദമുദ്ധാനം ചെയ്തു പാണിപങ്കജം കൂപ്പി നിന്നു സന്തോഷാശ്രുക്കൾ തൂകി. പൂങ്കഴൽ കെട്ടഴിഞ്ഞു തന്വിതൻ പിന്നിൽ തൂങ്ങി പങ്കജശരനുടെ വാർനീലത്തഴ പോലെ. അല്ലെങ്കിൽ മലരമ്പ വൈരിയെ പാരം പേടിച്ചുള്ളൊരാ വരവണ്ടിൻ നിരയൊക്കെയുമെൻ പോലെ പിന്നിൽ വന്ന ഭയം പ്രാപിച്ചതാണെന്നും തോന്നാം. കന്നൽ കണ്ണിതൻ തൂങ്ങിക്കിടക്കും വേണീഭാരം പഞ്ചമി ചന്ദ്രനൊക്കും നെറ്റിയിൽ പറ്റി മിന്നി പിഞ്ചികാ സമവർണ ചൂർണ കുന്തളജാലം. കാമകാർമുഖം പോലെ വളഞ്ഞ ചില്ലിയുഗ്മേ താമസിക്കുന്നു സ്മരൻ തക്കവും പ്രതീക്ഷിച്ച്. കഞ്ചസുന്ദരമാകുമഞ്ജനമണിഞ്ഞുള്ള മഞ്ജുളമിഴി രണ്ടും നിറഞ്ഞു വഴിഞ്ഞിടും ആനന്ദബാഷ്പോദകം തൂ മൃദുഗണ്ഡങ്ങളെ സേചനം ചെയ്തു വീണിടുന്നു പോർക്കുജദ്വന്ദ്വേ. ചില്ലൊളിക്കവിൾ തടേ ബിംബിച്ചു ശോഭിക്കുന്നു കല്ലൊളി തൂകും ചാരുകർണഭൂഷണം രണ്ടും. ബാലശ്രീയൊലിച്ചൊരു കട്ടയായി തൂങ്ങി നിൽക്കും പോലെ താൻ തിലനാസാഭൂഷണ രത്നം മിന്നി. കുങ്കുമവർണം തങ്ങും പല്ലവാധരങ്ങളും കുന്തകുട്മളം പോലെ വിളങ്ങും ദന്തങ്ങളും. ആ മുണ്ടൻ പൂത്താലിയും
കല്ലുമാലയുമേറ്റം കാന്തമാം നവരത്നം കറുക നൂലിൽ ചെമ്മേ വിദ്രുമങ്ങളോടിടകലർത്തി കോർത്തു നന്നായി നായകമണിയായി മുത്തുകൾ പതിച്ചെഴും മാണിക്യരത്നം ചേർന്നു ശംഖസന്നിഭമായ കണ്ഠത്തിലേഴു ചുറ്റായി കിടക്കും നന്മാല്യവും പൂഞ്ചുണങ്ങുകൾ മിന്നും മാറിടെ ശ്വാസോച്ഛ്വാസാൽ പൊങ്ങിയും താഴ്ന്നും പാരം തിക്കിയും തിരക്കിയും തങ്കപ്പോർ കൊങ്കദ്വയം താമരമൊട്ടോടൊപ്പം സർവാലങ്കാരയുക്തം ലാലസിച്ചിടുന്നതും കാഞ്ചനകടകവും കങ്കണസമൂഹവും പൂമുണ്ടൻ മോതിരവും അണിഞ്ഞ കരങ്ങളും ഹേമനിർമ്മിത മണികാഞ്ചിയും കാൽച്ചിലമ്പും ഓമൽ പൂം കരിഞ്ചേലഞ്ഞെറിഞ്ഞു ധരിച്ചതും ഒക്കവേ കണ്ടിടുകിൽ മാമുനിമാർക്കും കാമമുഷ്കിനാൽ പൊറുതി കേടായിടുമെന്നേ വേണ്ടു. കുന്തബാണാരിതാനും ഈദൃശരൂപം കണ്ടു നിന്നുപോയി നിർനിമേഷനായകോ ബഹുനേരം. മന്മഥൻ കറവച്ചു പഞ്ചബാണങ്ങളെയും തന്മഹാശത്രുവിൻ നേർക്കയച്ചു വീണ്ടും വീണ്ടും. മാരവൈരിയും പാരം തളർന്നു വശം കെട്ടു നാരിമാർ മുടി മുത്തിനോടിതമരുൾ ചെയ്തു. ആരു നീ മനോഹരേ കാമിനി മണിബാലേ ഊരേതാകുന്നു തവ പേരെന്തെന്നതും ചൊൽക. ആരുമില്ലാതുള്ളൊരി ഘോരകാന്താരേ വന്നു ചേരുവാനെന്തു ബന്ധം മാരവൈ ജയന്തികേ. ഇത്തരം ഗൗരീപതി തന്നെ ചോദ്യം കേട്ടു സത്വരം അവളിത്തമുര ചെയ്തുത്തരം. മാമക ഗുരോ വിഭോ മലയിപ്പെണ്ണാണിവൾ നാമമോ കൂളീവാക വാസമീ കൂളീവനേ. ഉദ്യാനമെൻ്റേതിതു ചണ്ഡചാവാലീകന്ധം നിത്യോപജീവനാർത്ഥം പറിച്ചു നിൽക്കുന്നേരം ഭഗവൽ സാന്നിധ്യവും ലഭിച്ചേനിവൾക്കിന്നു ഭാഗ്യമേ ഭാഗ്യം ഭാഗ്യം. കൃതകൃത്യ ഞാൻ പരമാത്സൻ. ഇച്ഛിക്കും വിധം വേഗം മുക്തി സിദ്ധിപ്പാനായി സച്ചിദാനന്ദമൂർത്തേ നൽകേണമനുഗ്രഹം. ഭക്തേ നിൻ നിഷ്കളങ്ക ഭക്തിയാൽ സന്തുഷ്ടൻ ഞാനുദ്ദേശമെല്ലാം തവ സിദ്ധിക്കുമസംശയം. ശൈവബീജത്തെ പോറ്റി വളർത്തിയിടാനും യോഗം കൈവരും അതിനാലേ മോക്ഷവും ലഭിച്ചിടും. തരുണി തവ ചിത്തം പോലെ താൻ മനസ്സിലും ഒരുപോൽ സൗകുമാര്യം വിളയാടുന്നു മേന്മേൽ. മുകർന്നിട്ടേതും തൃപ്തി വന്നീല കണ്ണിനെനിക്കിഹ ഞാൻ വരും ഭദ്രേ 4 നാൾ കഴിഞ്ഞെന്നാൽ. കാണണമപ്പോൾ നിന്നെ എന്നോതിട്ടുടൻ അന്തർധാനവും ചെയ്തു കാര്യഗൗരവജ്ഞനാമീശൻ.
എന്തു വിസ്മയമിതു ഭഗവാനരുളിയതെന്തിതിന്നന്തരാർത്ഥം എന്നോർത്തു കൂളീവാക വിവർണവദനയായി വളഞ്ഞു ചില്ലിക്കൊടി തളർന്നു തനു മേന്മേലുയർന്നു നെടുവീർപ്പും അരുണാരുണമായ ലോചനങ്ങളിൽ നിന്ന് ചൊരിഞ്ഞു ചുടുകണ്ണീർ ധാരധാരയായി മേന്മേൽ. മട്ടുകളെല്ലാം ഇതു മട്ടുടൻ മാറി തല ചുറ്റിയങ്ങിരുന്നു പോയി കുട്ടിമാൻ മിഴി കഷ്ടം. ഇത്തരം ശ്രീനാരദൻ ചൊല്ലി നിർത്തിയ നേരം ഭക്തവത്സലൻ കൃഷ്ണൻ സത്വരം ചോദ്യം ചെയ്തു. ഉത്തമദേവി ഭക്തയായൊരു കൂളീവാകക്കെത്തിയോരത്തലെല്ലാം എങ്ങിനെ കലാശിച്ചു, ശങ്കരനെന്തു ചെയ്തു എന്നുള്ള കഥയെല്ലാം ഭംഗിയായി വിസ്തരിച്ചു ചൊല്ലുക മഹാമുനേ. നാരദനുര ചെയ്തു നീരജായത നേത്ര സരമാം കഥാശേഷം കേട്ടുകൊണ്ടാലും ഭവാൻ. കൂളീവാകയും പിന്നെ കാര്യഗൗരവം ചിന്തിച്ചാളീടും ഹൃദയത്തിൽ ഇങ്ങനെ വിചാരിച്ചു. കൂളീവാകയുടെ ആശ്രമത്തിലെത്തിയ പരമേശ്വരൻ്റെ ദിവ്യരൂപം കണ്ട് ആ കാട്ടാള സ്ത്രീ ഒന്ന് നടുങ്ങിപ്പോയി. അവളുടെ കണ്ണുകൾ ആദ്യം അത്ഭുതം കൊണ്ടും പിന്നീട് ആശങ്ക കൊണ്ടും അത് ഭയമായും വിടർന്ന് എന്തെന്നില്ലാത്ത രീതിയിൽ ഭയത്തോടുകൂടി സ്വയം ശകാരിക്കുവാൻ തുടങ്ങി. സൗമ്യമായ ഈ ആശ്രമപ്രദേശത്ത് ആരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? ഇവൻ വധ്യനെങ്കിൽ ഇവനെ എതിരിടുവാനുള്ള ആയുധബലമോ ശരീരബലമോ തനിക്കില്ല താനും. അല്ലയോ ദേവി ജഗദംബികെ, അവിടുത്തെ തൃപാദങ്ങളിൽ വാക്കും കർമ്മവും മനസ്സുമർപ്പിച്ച് ആശ്രമത്തിൽ സ്വൈര്യമായി കഴിയുന്ന എൻ്റെ അടുത്തേക്ക് ഇന്ന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നതായി മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലയോ ദേവി, ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഇങ്ങനെയെല്ലാം വ്യർത്ഥമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൂളീവാകയുടെ കാതുകളിലേക്ക് ഒരു അശരീരി വാക്ക് അവിടെ മുഴങ്ങിക്കേൾക്കാറായി. അല്ലയോ കൂളീവാകെ, നീ എന്തിനു ഭയപ്പെടണം? ഇത് ഘോരരൂപിയായ രാക്ഷസനോ അല്ലെങ്കിൽ നിന്റെ ആശ്രമത്തെ മലിനമാക്കുവാൻ വന്ന കാട്ടാളനുമല്ല, സാക്ഷാൽ ജഗദീശ്വരൻ തന്നെയാണ്. ഏതൊരു യോഗികളാണോ, യാതൊരു തൃപാദങ്ങളെയാണോ ഹൃദയത്തിൽ വെച്ച് യുഗങ്ങളായി ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, അനേകം യുഗങ്ങളുടെ തപസ്സുകൊണ്ടുപോലും ഇന്നും ഭക്തർക്ക് യാതൊരു ദിവ്യരൂപമാണോ ഹൃദയത്തിൽ സ്വരൂപിക്കാൻ കഴിയാത്തത്, ആ ജഗദീശ്വരൻ സ്വയം നിന്റെ അടുത്തേക്ക് എഴുന്നള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭയത്തെയും ലജ്ജയെയും വെറുപ്പിനെയും ദൂരെ മാറ്റിക്കൊണ്ട് തുറന്ന ഹൃദയത്തോടുകൂടി നീ അദ്ദേഹത്തെ വരവേൽക്കുക. ഈ അശരീരി വാക്ക് കേട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി കൂളീവാക ആനന്ദാശ്രുക്കളോടുകൂടി ജഗദീശ്വരൻ്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഉടനെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പരമേശ്വരൻ കൂളീവാകയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. തൻ്റെ കൈകളിലുള്ള വില്ലും മറ്റായുധങ്ങളുമെല്ലാം താഴെ വെച്ച് കൂളീവാകയുടെ അടുത്ത് പുഞ്ചിരിയോടുകൂടി വന്നിരുന്ന് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദേവി, നീ ആരാണ്? ഘോരമായി ഈ വനത്തിൽ ഒറ്റയ്ക്ക് എങ്ങനെയാണ് നീ അകപ്പെട്ടിരിക്കുന്നത്?
നിന്റെ പേരെന്താണ്? നിന്റെ വീടെവിടെയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉളീവാക സലജ്ജം ഉത്തരം പറഞ്ഞു.